വെൽക്കം ബാക്ക് ഗൈസ്, വെൽക്കം ബാക്ക് ടു പൈത്തൺ 0 to Hero Day 9. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ലൂപ്സിനെ കുറിച്ചുള്ള കൺസെപ്റ്റ്സ് നോക്കി. അതായത് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഈ രണ്ട് ലൂപ്സുകൾ ആക്ച്വലി. അപ്പോൾ ഈ രണ്ട് ലൂപ്സിൻ്റെയും വർക്കിംഗ് എങ്ങനെയാണ്, സംഭവം എങ്ങനെയാണ്, സംഭവങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഇന്ന് നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്താലോ. പ്രോഗ്രാമിങ്ങിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ പ്രോബ്ലം സോൾവിങ്. അതായത് നിങ്ങൾ എത്രത്തോളം പ്രോബ്ലം സോൾവ് ചെയ്ത് പഠിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് കയ്യിൽ വഴങ്ങും എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അതിന് ലോജിക്കൊന്നുമില്ല. നിങ്ങൾ എത്രയും കൂടുതൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ സ്ട്രൈക്ക് ചെയ്യും. അതായത് നിങ്ങൾ കുറേ പ്രോബ്ലംസ് ഇങ്ങനെ സോൾവ് ചെയ്ത് വരുമ്പോൾ പുതിയൊരു പ്രോബ്ലം കാണുമ്പോൾ ഓക്കെ, ഈ ഞാൻ അവിടെ സോൾവ് ചെയ്ത സാധനം ഇവിടെ സോൾവ് ചെയ്യാമല്ലോ, ഇവിടെ അപ്ലൈ ചെയ്യാമല്ലോ എന്നുള്ളൊരു സംഭവം വരും. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവമാണ് നമുക്ക് പ്രോഗ്രാമിങ്ങിൽ പ്രോബ്ലം സോൾവിങ്ങിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു സംഭവം. പ്രാക്ടീസ് അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒട്ടും ഏൽപ്പിക്കണം, നമുക്ക് നേരം നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കിയാലോ. അത് ഫസ്റ്റ് പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ലൂപ്സിൽ നമ്മൾ റേഞ്ച് ഫംഗ്ഷൻ നോക്കി. അപ്പോൾ റേഞ്ച് ഫംഗ്ഷൻ അത് മോസ്റ്റ്ലി നമ്മൾ ഏകദേശം ഒരു 80% കേസസിലും ഫോർ ലൂപ്പ് റേഞ്ച് വെച്ചിട്ടാണ് യൂസ് ചെയ്യാറ്. അല്ലാതെ നമ്മുടേതായിട്ടുള്ള ഒരു ഐറ്ററേറ്റീവ് എടുത്ത് യൂസ് ചെയ്യുന്ന കേസസ് ജനറലി കുറവാണ്. യൂസ് ചെയ്യത്തില്ല എന്നല്ല, യൂസ് ചെയ്യുന്ന കേസസ് ജനറലി കുറവാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം. അതായത് നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 5. അതായത് ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0 തുടങ്ങും, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 എന്ന് തുടങ്ങും. ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെയും പോസിറ്റീവ് നമ്പേഴ്സിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ഒരു കളക്ഷൻ, അതായത് -∞ to +∞. n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ യൂസർ ഒരു നമ്പർ തരിക n. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1 2 3 4 5 അപ് ടു 1 2 3 4 5 അപ് ടു n വരെ പ്രിന്റ് ചെയ്യണം. സോ നമുക്ക് ജസ്റ്റ് തുടങ്ങാം. അതായത് ആദ്യം നമുക്ക് വേണ്ട എന്താ? n വേണം. അപ്പോൾ n ഈസ് ഈക്വൽ ടു ഇൻറ്റ് ഇൻപുട്ട് എൻ്റർ എ നമ്പർ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതായത് 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഈ 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഐറ്ററേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യണേ? എവിടെ വരെ പോകണം നമുക്കറിയാം, n വരെ പോകണം. അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. അതായത് ഫോർ in range n. ഇത് കറക്റ്റാണ്. ഇത് വർക്ക് ചെയ്യിക്കാം. ഇപ്പോൾ ഇത് വർക്ക് ചെയ്യിക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ പ്രിന്റ് i+1. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് ഞാനിപ്പോൾ 10 അടിച്ചു കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10. അപ്പോൾ റേഞ്ച് എവിടെ വരെയാണ് പോണേ? റേഞ്ച് പോകുന്നത് ആക്ച്വലി 0 to 9. ഓക്കെ, അത് റേഞ്ച് ആക്ച്വലി 0 to 9 പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒന്നെങ്കിൽ 0 to 9 പോയിട്ട് i+1 കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 1, n+1 കൊടുക്കാം. എന്നിട്ട് ഇവിടെ താഴെ വരുമ്പോൾ എന്ത് ചെയ്യണം? ജസ്റ്റ് i ആക്കണം. അങ്ങനെ കൊടുത്താലും വർക്കിംഗ് ആണ്. അപ്പോൾ ഞാനോട് 10 കൊടുത്താൽ 1 2 3 4 5 6 7 8 9 10. ഓക്കെ, സോ പ്രോഗ്രാം കഴിഞ്ഞില്ലേ? സിമ്പിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇവിടെ ചെയ്തത് എന്താ? n നാച്ചുറൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്തു. ഇനി നമുക്ക് n ഓഡ് നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എഴുതണം. ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം റേഞ്ചിൻ്റെ സ്ട്രക്ചർ പഠിച്ചു. അതായത് സ്റ്റാർട്ട്, എൻഡ്, സ്റ്റോപ്പ്. ഓക്കെ, അപ്പോൾ റേഞ്ചിൽ നമ്മൾ സ്റ്റാർട്ടിൽ കൊടുക്കുന്നത് എന്താ? സ്റ്റാർട്ടിങ് വാല്യൂ. ഓഫ് കോഴ്സ് എൻഡിൽ കൊടുക്കുന്നത് എവിടെ നിൽക്കണോ അതിൻ്റെ തൊട്ടടുത്ത വാല്യൂ. അതായത് എനിക്ക് 10 നിൽക്കണമെങ്കിൽ 11 കൊടുക്കണം. സ്റ്റോപ്പ് അല്ല, സ്റ്റെപ്പ് വാല്യൂ. ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് വാല്യൂ എന്താ? എത്ര സ്കിപ്പ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ സ്റ്റെപ്പ് വാല്യൂ. അപ്പോൾ എനിക്ക് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1 സ്റ്റാർട്ട് ചെയ്തു, അതായത് 1 3 5 7. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു ഓഡ് നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യണം, എന്നാലേ എനിക്ക് ഓഡ് നമ്പേഴ്സ് കിട്ടുള്ളൂ. എന്നിട്ട് എനിക്ക് എവിടെ വരെ പോകണം? n വരെ പോകണം. അല്ലെങ്കിൽ n+1 ആണ് നമ്മൾ റേഞ്ചിൽ കൊടുക്കുന്നത്. അതായത് എനിക്ക് n വരെ പോകണം. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് എൻഡ് എന്നുള്ള രീതിക്ക് കൺസിഡർ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൽ എത്ര വാല്യൂ സ്കിപ്പ് ചെയ്യണം? അതായത് എനിക്ക് 1 2 3 4 5 6 ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ 1, അത് കഴിഞ്ഞാൽ 2 വേണ്ട, പിന്നെ 3, അതായത് 4 വേണ്ട, പിന്നെ 5, അതായത് ഒരു വാല്യൂ സ്കിപ്പ് ചെയ്യണം. അപ്പോൾ എനിക്ക് എവറി സെക്കൻഡ് വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് കൊടുക്കും? 2, സ്റ്റെപ്പ് വാല്യൂ 2. അതായത് 2 സ്റ്റെപ്പാണ് ചാടേണ്ടത്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രോഗ്രാം എഴുതാം. ആദ്യം എനിക്ക് എന്ത് വേണം? n വേണം. അപ്പോൾ n is equal to int input
എൻ്റർ എ നമ്പർ. ഓക്കെ, ഇപ്പോൾ എനിക്ക് n കിട്ടി. ഇനി എന്ത് ചെയ്യണം? ലൂപ്പ് എഴുതണം. for I in range 1, n+1. ഓക്കെ, തൽക്കാലം n+1 എടുക്കട്ടെ. അതിൽ ചേഞ്ച് വരും, എന്താണെന്ന് അറിയാവുന്നൊരു കണ്ടുപിടിക്കുക, അല്ലാതെ പറഞ്ഞുതരാം. ഓക്കെ, സ്റ്റെപ്പ് വാല്യൂ 2 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1, n+1, 2. ഇനി എനിക്ക് എന്താ ചെയ്യണ്ടേ? പ്രിൻ്റ് ഐ പ്രിൻ്റ് ചെയ്യണം. ഫൈൻ, കഴിഞ്ഞില്ലേ? കഴിഞ്ഞ ഉറപ്പാണ്. അതായത് ഞാനിപ്പോൾ ഒരു 10 അടിക്കുക. അതായത് എനിക്കിവിടെ കിട്ടും, എൻ്റെ ക്വസ്റ്റ്യൻ എന്താ, എനിക്ക് n ഓഡ് നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യണം ഫ്രം 1. ഓക്കെ, അതായത് എനിക്ക് n വരെയുള്ളതല്ല, n ഓഡ് നമ്പേഴ്സ്. അതായത് 10 എൻ്റർ ചെയ്താൽ എനിക്ക് 10 എണ്ണം കിട്ടണം ഓഡ് നമ്പേഴ്സ്. ഇവിടെ എന്താ, എനിക്ക് 10 വരെയുള്ള ഓഡ് നമ്പേഴ്സേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതെങ്ങനെ ഫിക്സ് ചെയ്യും? അതായത് നമ്മുടെ സൊല്യൂഷൻ, ഓക്കെ, നമ്മുടെ പ്രോബ്ലത്തിലുള്ള സൊല്യൂഷൻ അല്ല കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിനെ ഒരു ബഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ ബഗ് എങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്യും? അതായത് ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ നമുക്ക് 1, 3, 5, 7, 9 ഇത് 3 പ്രിൻ്റ് ചെയ്യാനുള്ള കാരണം എന്താ? ഫോർ ലൂപ്പാണ്. അപ്പോൾ നമുക്ക് ഫോർ ലൂപ്പിനകത്ത് എന്തോ ഇഷ്യൂ എന്ന് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റാർട്ടിങ്, ഓക്കെ, എനിക്ക് 1 സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതിൽ പ്രശ്നമൊന്നുമില്ല. n+1. ഓക്കെ, n+1 വരെ പോകുവാണെങ്കിൽ, അതായത് സേ ഞാനിപ്പോൾ n10 കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് n+1 വരെ പോകുമ്പോൾ എനിക്ക് ഈ അക്കോർഡിംഗ് ടു ദിസ് റേഞ്ച് ഫംഗ്ഷൻ എനിക്ക് എവിടെ വരെ പോകും? 1, 3, 5, 7, 9. ഓക്കെ, അതായത് 9 വരെ പോയാൽ 9-ലെത്തുമ്പോൾ എനിക്കവിടെ സ്റ്റോപ്പ് ആവും. ഓക്കെ, പിന്നെ 10 കൺസിഡർ ചെയ്യില്ല, പിന്നെ 11 ചാടുന്നത്. 11 നോക്കുമ്പോൾ റേഞ്ചിന് പുറത്ത് പോവും. 10 ആയാലും ആക്ച്വലി എടുക്കില്ല, വോട്ടവർ. അപ്പോൾ എനിക്ക് വോട്ടവർ ലെറ്റ് ബി, എനിക്ക് പോകേണ്ടത് 10 എണ്ണം വേണം. എനിക്ക് 10 എണ്ണം കിട്ടുന്നിടം വരെ ചെയ്തുകൊണ്ടിരിക്കണം. അന്നേരം എനിക്ക് ആക്ച്വലി എന്താ ചെയ്യണ്ടേ? എനിക്ക് n വാല്യൂ മാറ്റണം. അപ്പോൾ n വാല്യൂ എന്താക്കും? അതായത് ഇവിടെ എനിക്കിപ്പോൾ 5 എണ്ണം ഉണ്ട്, നമുക്ക് 10 എണ്ണം കിട്ടുന്നത് വരെ എഴുതി പോവാം. അപ്പോൾ 9, 11, 13, 15, 17, 19. ഓക്കെ, ഇപ്പോൾ 10 എണ്ണം ആയില്ലേ? നോക്ക്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, എനിക്കിപ്പോൾ 10 എണ്ണം ആയിട്ടുണ്ട്. അതായത് 10 എണ്ണം ആവാൻ എനിക്ക് റേഞ്ച് എൻ്റെ എവിടെ വരെ പോയി? 20 വരെ പോയി. ഓക്കെ, അതായത് എൻ്റെ 20 കൊടുത്താൽ എനിക്ക് 10 എണ്ണം കിട്ടും. ഫൈൻ, ഇനി ഞാൻ കൊടുക്കുക. അപ്പോൾ എനിക്ക് n10 ആകുമ്പോൾ എനിക്ക് റേഞ്ച് എൻ്റെ എവിടെ വരെ പോകണം? 20 വരെ പോകണം. 20 എന്ന് പറയുന്നത് 2n. ഓക്കെ, ഇനി ഞാൻ 9 കൊടുത്തതെന്ന് വെച്ചു. അതായത് യൂസർ പോട്ടെ 7 കൊടുത്തതെന്ന് വെച്ചു. അത്ര എഴുതാൻ വയ്യല്ലേ? അപ്പോൾ 7 കൊടുത്തതെന്നുണ്ടെങ്കിൽ 1, 3, 5, 7, 9, 11, 30. ഓക്കെ, അതായത് എനിക്ക് 1, 3, 5, 7, 9, 11, 30. ഇപ്പോൾ എനിക്ക് എത്ര എണ്ണമായി? 7 എണ്ണമായി. 7 എണ്ണം ആവണമെങ്കിൽ എനിക്ക് n വാല്യൂ ഏതാ കൊടുക്കണ്ടേ? 2n, അതായത് 14 തൊട്ട് മുന്നേ വരെ പോകണം. അപ്പോൾ നമ്മുടെ ഇവിടെ n വാല്യൂ എന്താ കൊടുക്കണ്ടേ? മനസ്സിലായില്ലേ? 2 n. ഓക്കെ, ഫൈൻ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. എന്താ എക്സിക്യൂട്ട് ആവാം? ഓക്കെ, ഞാനിപ്പോൾ 10 കൊടുക്കുക. 10 കൊടുക്കുമ്പോൾ 1, 3, 5, 7, 9, 11, 13, 15, 17, 19. ഓക്കെ, ഫൈൻ, ഇപ്പോൾ എനിക്ക് ആൻസർ കിട്ടിയല്ലോ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. അതായത് എനിക്ക് ഈവൻ നമ്പേഴ്സ് അപ് ടു n. എന്താ? ഓക്കെ, ഇവിടെ ഞാൻ n ഓഡ് നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്തു. ഇനി എനിക്ക് ഈവൻ നമ്പേഴ്സ് അപ് ടു n, അത് നിങ്ങൾ തന്നെ ചെയ്യണം. അതായത് ഇവിടെ നമ്മൾ എടുത്ത് എന്താ? n ഈക്വൽ ടു ഇൻഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് n എത്ര എണ്ണം വേണമെന്നാണ് ഇവിടെ എടുത്തത്. അവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താ? എവിടെ വരെയുള്ളതെന്നാണ്. അതായത് ഇവിടെ നമ്മൾ 2n കൊടുത്തെടുത്ത് അവിടെ എവിടം വരെ വേണമെന്ന്. അതായത് നമ്മൾ ഈവൻ നമ്പേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടം വരെ അതായത് ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ 10 ആണെന്ന് വെച്ചു. 10 ആണെങ്കിൽ, അതായത് യൂസർ ഇപ്പോൾ 10 എൻ്റർ ചെയ്യുന്നത്. 10 ആണെങ്കിൽ എനിക്ക് വരേണ്ട ഏതൊക്കെയാണ്? 0, 2, 4, 6, 8,
10 ഇത്രയും വേണം. അതായത് 10 ഇൻപുട്ട് വന്നാൽ 10 വരെ ഉള്ളത് വേണം. അപ്പോൾ എനിക്ക് സ്റ്റാർട്ടിൽ കൊടുക്കേണ്ട ഏതാ 0. ബൈ ഡിഫോൾട്ട് 0 ആണ്. പക്ഷേ നമ്മളിവിടെ സ്റ്റെപ്പ് വാല്യൂ കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് സ്റ്റാർട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എനിക്ക് റേഞ്ച് എങ്ങനെ എഴുതണം? 0യിൽ സ്റ്റാർട്ട് ചെയ്യണം. എൻഡ് വാല്യൂ എന്താ? 11. അതായത് ഈ കേസിൽ എനിക്ക് 10 എന്നുള്ള എക്സ്പ്ലിസിറ്റ് വാല്യൂ ഇട്ട് നോക്കുമ്പോൾ 11. എനിക്ക് സ്റ്റെപ്പ് വാല്യൂ എന്താ? 2. ഓക്കെ, ഓഫ് കോഴ്സ് എവറി സെക്കൻഡ് സ്റ്റെപ്പാണ് എടുക്കേണ്ടത്. സോ 2. അപ്പോൾ എനിക്ക് 11 എന്താ? n 10 ആണെങ്കിൽ 11 ഈസ് n+1. അപ്പോൾ എൻ്റെ റേഞ്ച് എന്താ? n+1 ആണ് എൻ്റെ റേഞ്ച് ഫംഗ്ഷനകത്ത് വരേണ്ടത്. അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എപ്പോഴും പറയാറുള്ളത് പോലെ താഴെ ഗൂഗിൾ ഡ്രൈവിൽ ആക്കിയിട്ട് ലിങ്ക് കമൻറ്റിൽ ഇടുക. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ. അതായത് ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. അതായത് സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 10ൻ്റെ ഫാക്ടേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? ആദ്യം 1 വരും, 10 വരും. ഓക്കെ, പിന്നെ ഏതൊക്കെ വരും? 10 2 10ൻ്റെ ഒരു ഫാക്ടർ അല്ലേ. അതേപോലെ 2 വരുവാണെന്നുണ്ടെങ്കിൽ 5 10ൻ്റെ ഒരു ഫാക്ടറാണ്. പിന്നെ ഏതൊക്കെയുണ്ട്? 3 വരത്തില്ല, 4 വരത്തില്ല, 5 എഴുതി, 6 7 8 9 വേറൊന്നും വരത്തില്ല. അപ്പോൾ 1 2 5 10 ആണ് 10ൻ്റെ ഫാക്ടേഴ്സ്. അതെങ്ങനെ മനസ്സിലായി? ഒരു നമ്പറിൻ്റെ ഫാക്ടറിൻ്റെ പ്രത്യേകത എന്താ? അതായത് പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആയിരിക്കും. പെർഫെക്റ്റ്ലി ഡിവിസിബിൾ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? അതായത് ഞാനിപ്പോൾ 10 ഡിവൈഡഡ് ബൈ 1 ചെയ്താൽ എനിക്ക് 10 കിട്ടും. അതായത് റിമൈൻഡർ ഈസ് 0. അതായത് 10 mod 1 = 0 അതല്ലേ. ഇനി പക്ഷേ 10 mod 2 ഓക്കെ, ഇനി 10 mod 2 ചെയ്താലോ? അവിടെ എനിക്ക് 0 ആണ് റിമൈൻഡർ. അപ്പോൾ 2ഉം ഒരു ഫാക്ടറാണ്. പക്ഷേ 10 mod 3 ചെയ്താലോ? 0 അല്ല റിമൈൻഡർ. അപ്പോൾ എനിക്ക് 3 ഫാക്ടർ അല്ല. അതായത് റിമൈൻഡർ 0 വരും. അതായത് ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെ നമ്പർ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 വരുന്നോ അതൊക്കെയല്ലേ ആ നമ്പറിൻ്റെ ഫാക്ടേഴ്സ്. അപ്പോൾ നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എടുക്കാനുള്ള സംഭവം ഈ മോഡുലസ് ഓപ്പറേറ്റർ ആണെന്ന് നമുക്കറിയാം. അത് എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് നമുക്കറിയാം. നേരത്തെ നമ്മൾ ഓഡാണോ ഈവൻ ആണോ ചെക്ക് ചെയ്യാനുള്ള പ്രോബ്ലത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഡേ ഏതാണ് ഞാൻ ഓർക്കുന്നില്ല എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് പ്രോഗ്രാം ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട എന്താ? n അല്ലേ, അതായത് നമ്പർ അല്ലേ. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? n = int input enter a number. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് എന്താ വേണ്ടേ? അതായത് നമുക്ക് ഏത് നമ്പറിൻ്റെ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതായത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 1 തൊട്ടിട്ട് n വരെയാണ്. അതായത് 1 2 3 4 5 6 7 8 9 n അപ് ടു n വരെ. അന്നേരം നമുക്ക് ഒരു ലൂപ്പ് എഴുതണം. for I in range 1, n+1 n വരെ പോകണം. അതായത് എനിക്ക് 10 പ്രിൻറ്റ് ചെയ്യണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, n വരെ n ഇട്ടാൽ മതി. അതല്ല ഇപ്പോൾ n 10 ആണെങ്കിൽ 10ഉം ഉൾപ്പെടെ വേണമെന്നുണ്ടെങ്കിൽ n+1 ഇടുക. അത് നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? if n mod I = 0, അതായത് n ഡിവൈഡഡ് ബൈ ഐയുടെ റിമൈൻഡർ 0 ആണെങ്കിൽ പ്രിൻ്റ് ആയി. ഓക്കെ, അതായത് ഫാക്ടർ ആവുന്ന എപ്പോഴാണ്? എന്നിനെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആണെങ്കിൽ അതിൻ്റെ ഫാക്ടറാണ്. നമുക്കിവിടെ പ്രിൻ്റ് ചെയ്യേണ്ടത് എന്താ? ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ അല്ലേ. അപ്പോൾ ആ നമ്പർ വരുമ്പോൾ നമ്മൾ പ്രിൻ്റ് ചെയ്തു. സിമ്പിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് 10ൻ്റെ ഫാക്ടേഴ്സ് പ്രിൻ്റ് ചെയ്യാം. 1 2 5 10. ഇനി ഞാൻ നോക്കുക 15ൻ്റെ ഫാക്ടേഴ്സ് 1 3 5 50. ഇനി വേറെ ഒരെണ്ണം പറ, ഒരു വലിയ നമ്പർ നോക്കാം. 7 5 3 1 3 251 753. ഈ 4 ഇതിൻ്റെ ഫാക്ടേഴ്സ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ഹോംവർക്ക് തരാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. അതായത് പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കണം. പ്രൈം നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ? ഫാക്ടേഴ്സ് 1ഉം ആ നമ്പറും അല്ലാതെ വേറെ ഒന്നും ഇല്ലാത്ത നമ്പർ. അതായത് ഒരു നമ്പർ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 7ന് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 7 മാത്രമല്ലേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും നമ്പറുമായിട്ട് പ്രോപ്പർലി ഡിവിസിബിൾ ആണോ? അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കേസ് വയ്ക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്താലും മതി. അതായത് ഇപ്പോൾ ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്യുക. ഇനിഷ്യലി ഒരു പ്രൈം = 1 അല്ലെങ്കിൽ ട്രൂ എന്ന് പറഞ്ഞിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ,
അതായത് ഇനിഷ്യലി നമ്മൾ പ്രൈം ആണ് എന്ന് അസ്യൂം ചെയ്യുക, എന്നിട്ട് പ്രൈം ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇൻ കേസ് എവിടെയെങ്കിലും ഒരു ഫാക്ടർ കിട്ടിയാൽ, അതായത് എനിക്ക് പോകേണ്ടത് 1 to n+1 പോകണ്ട, ആ കേസിൽ എനിക്ക് 1 n കൺസിഡർ ചെയ്യണ്ട. അപ്പോൾ ഞാൻ എവിടെ വരെ പോകും? 1, n വരെ പോയാൽ മതി. ഓക്കെ, അപ്പോൾ 1, n വരെ പോവുക. എന്നിട്ട് എനിക്ക് ഈ പ്രിൻറ്റ് ചെയ്യുന്നതിന് പകരം പ്രൈം ഈക്വൽ ടു ഫോൾസ് സെറ്റ് ചെയ്താൽ പോരെ. അതായത് എവിടെയെങ്കിലും വെച്ച് ഒരു ഫാക്ടറിനെ കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? പ്രൈം ഈക്വൽ ടു ഫോൾസ് ആക്കും. പിന്നെ അതായത് പ്രൈം അല്ല എന്ന് പറയും. എന്നിട്ട് അവസാനം വന്നിട്ട് ഇഫ് പ്രൈം പ്രിന്റ് നമ്പർ ഈസ് പ്രൈം ദ മെസ്സേജസ്, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്യുക. ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ തൽക്കാലം ഇന്നത്തേക്ക് ഇത്രയും കുറച്ച് ഇന്ന് നമ്മൾ ഇന്നത്തെയാണ് ഏറ്റവും ചെറിയ വീഡിയോ. അതായത് ഇന്ന് നമ്മൾ ലൂപ്പാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം സമയമെടുത്ത് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ഇപ്പം പാത്ത് പറഞ്ഞു തന്നു, മെത്തേഡ് പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തന്നെ ട്രൈ ഔട്ട് ചെയ്യുക. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് കാണുന്നത് ട്രൈ ഔട്ട് ചെയ്യുക. അടുത്ത ദിവസം എനിക്ക് ഒരു 2 ദിവസത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അടുത്ത 2 വീഡിയോസും ലൂപ്പിൻ്റെ പ്രാക്ടീസ് പ്രോബ്ലംസ് ആയിരിക്കും. കാരണം ലൂപ്പ് നമുക്ക് തറവാക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ അടുത്ത ആഴ്ച ഒരുമിച്ചിരുന്ന പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചില്ലെങ്കിൽ പിന്നെ എന്നെ ഒന്നും പറയരുത്. അതുപോലെ ഗിറ്റബ് റെപ്പോർഡ് ലിങ്ക് എപ്പോഴും പറയാറുള്ള പോലെ താഴെ തന്നെ കാണും. ഈ പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻസ് എല്ലാം അവിടെ തന്നെ കാണും. സോ ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്.